റോബറി പടം. ഈ ഒരു കാറ്റഗറിയിലുള്ള പടങ്ങൾ കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാവുക ഈ വക റോബറി പടങ്ങൾക്കായിരിക്കും. കാരണം അത്രയും ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു കാറ്റഗറി പടത്തിന്. നമ്മളാണെങ്കിൽ ഇപ്പോൾ കുറച്ചായി ഒരു നല്ലൊരു മോഷണ സിനിമ ചെയ്തിട്ട്, എന്നാൽ പിന്നെ ഒരെണ്ണം അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. രണ്ട് കള്ളന്മാർ ചേർന്ന് ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നു. പിന്നീട് അതിൻ്റെ പിന്നാലെ വരുന്ന കുറച്ച് പൊല്ലാപ്പുകൾ. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഈ ഒരു സിനിമ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം ട്വിസ്റ്റും ടേൺസൊക്കെ ആയിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു ഗംഭീര സിനിമയാണിത്. സിനിമയുടെ പേരാണ് ടു ഗൺസ്. ഇത്ര മാത്രമേ സിനിമയെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. കാരണം അത് നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് എങ്ങനത്തെ സിനിമ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യണ്ട എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. റോബർട്ട്, സ്റ്റിഗ് ഇവർ രണ്ടുപേരും കൂടെ ഒരു ഡൈനറിലോട്ട് പോകുന്നു. ഈ ഡൈനറിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാട്ടിലെ മിക്ക ആൾക്കാരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക. അതുമാത്രമല്ല, പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, ഡൈനർ ഇതാണ് അവിടെയുള്ള 3 ബിൽഡിങ്ങുകൾ. ഈ ബാങ്കിന്റെ പേരാണ് ട്രസ് ക്രൂസസ്. അങ്ങനെ സ്റ്റിഗ് നേരെ ഡൈനറിലോട്ടും റോബർട്ട് നേരെ സെന്ററിലുള്ള ബാങ്കിലോട്ടും പോകുന്നു. സ്റ്റിഗ് ഫുഡ് ഓർഡർ ചെയ്ത് വെയിട്രസിനെ ലൈൻ അടിച്ചിരിക്കുമ്പോൾ റോബർട്ട് ആ ബാങ്ക് മൊത്തത്തിൽ നിരീക്ഷിക്കുന്നു. അധികം സെക്യൂരിറ്റി ഇല്ലാത്ത, മോഷ്ടിക്കാൻ എളുപ്പമുള്ള ഒരു കുഞ്ഞ് ബാങ്കാണത്. അവിടെ ഇഷ്ടം പോലെ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് ഉണ്ട്. അതാണ് അവരുടെ പ്രധാന ലക്ഷ്യവും. അങ്ങനെ റോബർട്ട് നേരെ ഡൈനറിലോട്ട് പോകുന്നു. എന്നിട്ട് കണ്ട കാര്യങ്ങളെല്ലാം സ്റ്റിഗിനോട് പറയുന്നു. ഈ റോബർട്ടും സ്റ്റിഗും തമ്മിൽ അപാര ബോണ്ടാണ് ട്ടാ. റോബർട്ട് അവനൊരു കിടിലൻ ഗാങ്സ്റ്ററാണ്. സ്വർണ്ണ പല്ലും വെച്ച് മാസ് കാണിക്കുന്ന ഒരു ഗംഭീര ഗാങ്സ്റ്റർ. എപ്പോഴും അവൻ്റെ കൂടെ കൂടിയിട്ടുള്ളതാണ് സാക്ഷാൽ സ്റ്റിഗ്. സ്റ്റിഗ് ആണെങ്കിൽ 24 മണിക്കൂറും വളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബാങ്ക് മോഷ്ടിക്കാൻ അവർ തയ്യാറാവുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് 2 കടമ്പകൾ കടക്കാനുണ്ട്. 1 ഡൈനറിലെ തിരക്ക്, 2 പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ഡൈനറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ ആരും അറിയാണ്ട് ഒരു ഫയർ അലാം ഉണ്ടാക്കുന്നു. ഇത് കേട്ടേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ പുറത്തേക്ക് പോകുന്നു. ആ ഒരു സമയം നോക്കി ഡൈനർ അങ്ങ് തീയിടുന്നു. പിന്നെ പറയണ്ടല്ലോ, ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഡൈനർ അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 ആഴ്ച മുമ്പുള്ള കഥയാണ്. എന്തിനാണ് ഇത്രയും വലിയ മോഷണം ചെയ്യുന്നതെന്ന് അറിയണ്ടേ? മെക്സിക്കോ, അവിടെ വാഴുന്ന വലിയൊരു ഗാങ്സ്റ്റർ പാപ്പി ഗ്രേക്കോ. ഈ ഗ്രേക്കോയുടെ സ്ഥിരം കസ്റ്റമറാണ് റോബർട്ടും സ്റ്റിഗും. ഇതാണ് പാപ്പി ഗ്രേക്കോയുടെ സാമ്രാജ്യം. കാണാൻ വലിയൊരു ഫാമാണ്. എന്നാൽ അവിടെയുള്ള കൃഷിക്കാർ മൊത്തം കൃഷി ചെയ്യുന്നത് ഗണ്ണുകൊണ്ടാണെന്ന് മാത്രം. അങ്ങനെ റോബർട്ട് പാപ്പിയെ കാണാൻ പോകുന്നു. പക്ഷെ കുറച്ചേരം വെയിറ്റ് ചെയ്യണം. സോ തൽക്കാലത്തിന് ചെയറിൽ നിന്ന് ബാഗ് മാറ്റി വെച്ച് പുറത്തിരിക്കുന്നു. ഡേയ്, നമ്മുടെ അലക്സ് എന്തിയെ? നീ ഇപ്പോൾ മാറ്റി വെച്ച ആ ബാഗ് ഉണ്ടല്ലോ, അതിനകത്തുണ്ട് അവൻ്റെ തല. ഇത് കേട്ടേക്ക് നൈസായിട്ട് ആ ബാഗ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ട് അലക്സിൻ്റെ തല. ഈ അലക്സിനെ കുറേ കാലമായിട്ട് അവർക്ക് അറിയാവുന്നതാ. എന്തിന്? പാപ്പിയുടെ വിശ്വാസം കൂടിയായിരുന്നു. ഈ തല കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റോബർട്ട്. എന്നാൽ ഞെട്ടലൊന്നും മുഖത്ത് കാണിക്കാൻ പാടില്ല. പേടിക്കുന്നവരെ പാപ്പി ഗ്രേക്കോക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ മുഖത്തൊരു ചിരി അങ്ങ് ഫിറ്റ് ചെയ്യുന്നു. ഇതാണ് സാക്ഷാൽ പാപ്പി ഗ്രേക്കോ. ഇങ്ങേരൊരു കിടിലൻ കാളേനെ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു കാള. അങ്ങനെ റോബർട്ട് അവൻ്റെ കയ്യിലുള്ള ബാഗ് അങ്ങ് കൈമാറുന്നു. അതിനകത്ത് ഇഷ്ടം പോലെ പാസ്പോർട്ട് ഉണ്ട്. പാപ്പിക്ക് ആവശ്യമുള്ള പാസ്പോർട്ട് കൈമാറുക, തിരിച്ച് ക്യാഷും കൊക്കെയിനും മേടിക്കുക. ഈ ക്യാഷ് റോബർട്ടിനാണ്, എന്നാൽ കൊക്കെയിൻ പാസ്പോർട്ട് കൊടുത്ത ബയ്യറിനുള്ളതാണ്. പക്ഷെ ക്യാഷ് മാത്രമാണ് പാപ്പി കൈമാറുന്നത്. പാപ്പി, എൻ്റെ കൊക്കെയിനെവിടെ? നീ അലക്സിൻ്റെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? അവനൊരു ഒറ്റുകാരനായിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങ് തീർത്ത് കളഞ്ഞ്. സോ എനിക്കിപ്പോൾ അങ്ങനെ ആരും വിശ്വാസമില്ല. അതുകൊണ്ട് തൽക്കാലത്തിന് കൊക്കെയിനില്ല. ഇത് കേട്ടേക്ക് റോബർട്ട് ആ ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുക്കുന്നു. നിനക്ക് എപ്പോൾ വിശ്വാസം വരുന്നോ അപ്പം മതി കൊക്കെയിനും ക്യാഷും. ടിൽ ദെൻ യു ഓ മീ എന്നും പറഞ്ഞ് റോബർട്ട് പോകുന്നു. പുള്ളിക്കാരൻ അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ് പാപ്പി ഗ്രേക്കോ. പുറത്താണെങ്കിൽ പാപ്പിയുടെ പിള്ളേർ ചേർന്ന് കോഴികളെ ജീവനോടെ കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ തലയ്ക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തരം ഗെയിം പോലെ. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറുകയാണ് സ്റ്റിഗിന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മൃഗത്തിനെയാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കായാലും ദേഷ്യം വരും. പക്ഷേ അതേ കോഴീനെ ചുട്ട് അൽഫാമാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗ്. സോ മനസ്സിലായി കാണുമല്ലോ പുള്ളിക്കാരൻ്റെ ഒരു വെയ്വ് എന്താന്ന്. അങ്ങനെ ഭ്രാന്ത് കയറിയ സ്റ്റിഗ് ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. എല്ലാ ചിക്കൻസിനെയും ഒരു ബുള്ളറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അത് തന്നെയാണ് സ്റ്റിഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻക്കൊരിക്കലും ഉന്നം തെറ്റാറില്ല. അങ്ങനെ ഈ സമയത്താണ് റോബർട്ട് വരുന്നത്. ഡേയ്, വല്ലാതെ മാസിട്ട് കൊളാക്കണ്ട. നീ ആ ബാഗ് കണ്ട? അതിനകത്ത് അലക്സിൻ്റെ തലയാണ്. അതുകൊണ്ടേ നീ വാ. ഇത് കേട്ടേക്ക് ഞെട്ടിയിരിക്കുകയാണ് സ്റ്റിഗ്. അവർക്ക് അത്രയും അറിയാവുന്ന ഒരാളായിരുന്നു അലക്സ്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് മോഷണത്തെക്കുറിച്ച് സ്റ്റിഗ് അങ്ങ് പറയുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ പാപ്പിയുടെ ആൾക്കാർ പാപ്പിയുടെ പൈസയുമായിട്ട് ട്രസ് ക്രൂസസ് ബാങ്കിൽ എത്താറുണ്ട്.
എന്നിട്ട് ആരും അറിയാണ്ട് പാപ്പി ഗ്രേക്കോടെ പണം നിക്ഷേപിക്കാറുമുണ്ട്. ഏകദേശം 3 മില്യൻ്റെ അടുത്തുണ്ടാവും. റോബർട്ടെ, അതങ്ങ് അടിച്ചു മാറ്റിയാലോ? ഇന്നവൻ അലക്സിനെ കൊന്നു, നാളെ നമ്മളെ കൊല്ലില്ലാന്ന് എന്തിത്ര ഉറപ്പ്? പിന്നെ പോരാത്തതിന് അലക്സ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടായിരുന്നു. ഡേയ് മിണ്ടാണ്ടിരി, മോഷണമില്ലൊരു കോപ്പുമില്ല. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു എന്നെങ്ങാനും പാപ്പി അറിഞ്ഞ നമ്മുടെ തല പോവും എന്നൊക്കെയാണ് റോബർട്ട് പറയുന്നത്. അങ്ങനെ അവർ ബോർഡറിലെത്തി. എന്നാൽ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പോലീസുകാരും DEA ഏജൻസും കൂടെ അവരെ അങ്ങ് വളയുന്നത്. അവർക്കറിയണം എന്തിനാണ് ഇവർ പാപ്പി ഗ്രക്കോനെ കാണാൻ പോയെന്ന്. എന്നാൽ എത്ര ചോദ്യം ചെയ്തിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ടുപേരും. റോബർട്ടിനോടാണെങ്കിൽ എന്ത് ചോദിച്ചാലും ലോയറിനെ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതേസമയം സ്റ്റിഗാണേലോ ചോദ്യം ചെയ്യുന്ന ഡെബി എന്ന DEA ഏജന്റിനെ വലയിലാക്കാൻ നോക്കുന്നു. പുള്ളിക്കാരൻ ഇതൊക്കെയാണല്ലോ വിനോദം. എന്തായാലും സ്റ്റിഗിനെ സഹിക്കാൻ പറ്റാണ്ട് അവൾ നേരെ റോബർട്ടിനെ കാണാൻ പോകുന്നു. എന്നാൽ അവിടെ മറ്റൊരാളും കൂടിയുണ്ട്, ഏജന്റ് ജസപ്പ്. ഈ ജസപ്പും അതേപോലെ ഡെബിയും DEA ഏജൻസ് ആണ്. ജസപ്പാണ് അവരുടെ ബോസ്. ഇനിയാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാവാൻ പോകുന്നത്. റോബർട്ട് ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ല, പുള്ളിക്കാരനൊരു DEA ഏജന്റാണ്. പാപ്പി ഗ്രേക്കോ എന്ന കൊടൂര ഗ്യാങ്സ്റ്ററിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ടും ഡെബിയും അവരുടെ ബോസായ ജസപ്പും കൂടെ. കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളിക്കാരൻ അണ്ടർ കവറാണ്. പാപ്പിയെ കാണുന്നു, വിശ്വാസം പിടിച്ചു പറ്റുന്നു, അലക്സിനെ കൂടെ നിർത്തുന്നു, കൊക്കെയിൻ വാങ്ങിച്ചെടുക്കുന്നു. ആ കൊക്കെയിനും വെച്ച് പാപ്പി ഗ്രേക്കോനെ പൂട്ടുന്നു. ഇതിനാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൊക്കെയിനും ഇല്ല, തന്റെ വിശ്വസ്തനായ അലക്സും ഇല്ല. തൽക്കാലത്തിന് അലക്സ് മരിച്ച കാര്യമൊന്നും ബോസിനെ അറിയിക്കുന്നില്ല. അത് അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റോബർട്ടിനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ വക രഹസ്യങ്ങളൊന്നും സ്റ്റിഗിനറിയില്ല. സ്റ്റിഗിന്റെ വിചാരം റോബർട്ട് ഒരു ഒന്നാന്തരം ക്രിമിനലാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് താൻ കൂടെ നിൽക്കുന്നതും. അങ്ങനെ ഈ സമയത്താണ് ഡെബി അവളുടെ മോതിരം മറ്റൊരു വിരലിലോട്ട് അങ്ങ് മാറ്റിയിടുന്നത്. അത് സത്യം പറഞ്ഞാൽ റോബർട്ടും ഡെബിയും തമ്മിലുള്ള ഒരു കോഡാണ്. ഇവർ രണ്ടുപേരും എഫെയറിലാണ്. അത് മാത്രമല്ല, ഒരു ഹോട്ടലിനകത്ത് ഇവർക്ക് സ്വന്തമായിട്ടൊരു റൂമും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടാറുണ്ട് ട്ടാ. കൂടാൻ സമയമായാലാണ് പുള്ളിക്കാരിത്തി മോതിരം അങ്ങ് മാറ്റിയിടുന്നത്. ഓരോരോ കൂടുകളെ. പക്ഷെ സത്യം പറഞ്ഞാൽ ലെവൽക്ക് വേറെ ബോയ്ഫ്രണ്ടൊക്കെ ഉണ്ട്. അവൻ്റെ പേരാണ് ഹാർവി. അങ്ങനെ ഹോട്ടൽ റൂമിൽ വെച്ച് അലക്സ് കൊല്ലപ്പെട്ട കാര്യം റോബർട്ട് അങ്ങ് പറയുന്നു. ഇത് കേട്ടേക്ക് ഡെബി ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ പാപ്പിയെ പിടിക്കാനുള്ള വേറൊരു ഐഡിയയെക്കുറിച്ച് പറയുന്നത്. ട്രസ് ക്രൂസോ. അവിടെയാണ് പാപ്പിയുടെ മുഴുവൻ ക്യാഷും നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ബാങ്ക് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ ആ ക്യാഷും വെച്ച് പാപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ടാക്സ് കൊടുക്കാണ്ട് 3 മില്യനൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ക്രൈമാണ്. അതുമാത്രമല്ല, റീക്കോ എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതും വെച്ച് പാപ്പീനെ ഒരിക്കലും പുറത്ത് കടക്കാനാവാത്ത വിധം അറസ്റ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ കേട്ടേക്ക് ഡെബി പറയാണ്, പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റിഗിനെന്താ ചെയ്യുക? ഞങ്ങൾ ബാങ്ക് കൊള്ളയടിച്ച് പുറത്തിറങ്ങുമ്പോൾ നീയും പോലീസും അവിടെ ഉണ്ടാവണം. അവിടെ വെച്ച് നീ അവനെ അറസ്റ്റ് ചെയ്തേക്ക്. ഒരു 20 വർഷം അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിക്കോളും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റിഗും നല്ല വൃത്തിക്ക് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ റോബർട്ട് ഒന്നും അറിയാത്തതുപോലെ സ്റ്റിഗിനെ കാണാൻ വരുന്നു. വരികയെന്ന് മാത്രമല്ല, മോഷ്ടിക്കാൻ പോകുന്ന കാര്യവും അങ്ങ് പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് സ്റ്റിഗാണെങ്കിൽ വൻ ഹാപ്പി. അങ്ങനെ അവർ പാപ്പീനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അമേരിക്കയിൽ താമസിക്കുന്ന പാപ്പിയുടെ വൈഫിനെ മകനെ കാണാൻ വേണ്ടി 2 ആഴ്ച കൂടുമ്പോൾ പാപ്പി ഇങ്ങോട്ട് വരാറുണ്ട്. അതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം ട്രസ് ക്രൂസസിൽ പണം നിക്ഷേപിക്കുക എന്നതാണ്. പുള്ളിക്കാരൻ്റെ സെക്യൂരിറ്റിയാണ് പണവും കൊണ്ട് ബാങ്കിലോട്ട് പോകുന്നത്. അങ്ങനെ അവനെ ഫോളോ ചെയ്യുന്നു. ട്രസ് ക്രൂസസ് എന്ന ബാങ്ക് കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് സീനാണ്. പാപ്പിയുടെ സെക്യൂരിറ്റിനെ ഫോളോ ചെയ്ത് റോബർട്ട് നേരെ ബാങ്കിലോട്ട് പോകുന്നു. സ്റ്റിഗ് നേരെ ഡൈനറിലോട്ടും. ബാക്കി എന്താ നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ബാങ്ക് കൊള്ളയടിക്കുന്ന സമയത്ത് ചുറ്റിനും ആൾക്കാരുണ്ടാവാൻ പാടില്ല. അതിനാണ് ഡൈനർ മൊത്തത്തിൽ കത്തിച്ച്. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് റോബർട്ട് ഡെബിയോടൊരു കാര്യം പറയുന്നത്. നാളെ കൃത്യം 3 മണിക്കാണ് ഞങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നത്. എന്നാൽ 3:05 നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഉണ്ടാവാന്ന് മാത്രമല്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണം. ബലിയാടായിട്ട് സ്റ്റിഗ് ഉണ്ടാവും. സോ പാപ്പീനെ പിടിക്കാൻ നമുക്കധികം സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ് റോബർട്ടും ഡെബിയും കൂടെ. അവരുടെ ബോസായ ജസപ്പാണേലോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു മോഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അങ്ങേര് സമ്മതിക്കാൻ പോകുന്നില്ല. ഇതേസമയം സ്റ്റിഗാണേലോ കുറച്ച് നേവിക്കാരെ കാണാൻ പോകുന്നു. പോവാന്ന് മാത്രമല്ല, ഗംഭീര എക്സ്പ്ലോസീവ്സ് ആണ് പുള്ളിക്കാരൻ വാങ്ങുന്നത്. അപ്പോഴാണ് രണ്ടാമത്തെ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഇവൻ ഗ്യാങ്സ്റ്ററും കോപ്പൊന്നുമല്ല, നേവിയാണ്. ഇതേ പാപ്പി ഗ്രേക്കോനെ പൂട്ടാനും അവൻ മുഖേന ബാക്കിയുള്ള കാർട്ടൽസിനെ പിടിക്കാനുമാണ് നേവിക്കാരുടെ പ്ലാൻ. അതിനായിട്ട് അവർ തെരഞ്ഞെടുത്ത മാർഗ്ഗമാണ് മോഷണം. അതേ മാർഗം തന്നെയാണ് ഇപ്പോൾ DEA ഏജന്റായ റോബർട്ടും സ്വീകരിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ സ്വർണ്ണ പല്ലും വെച്ച് ഫുൾ ഗെറ്റപ്പിലാണ് നടക്കുന്നത്. ആ പല്ല് പോലും റിയൽ അല്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം ആരാന്നറിയത്തില്ല. ഇതാണ് സ്റ്റിഗിൻ്റെ കേണല്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് മോഷ്ടിക്കാൻ പോകുന്നത്. തിരക്കേറിയ ഡൈനറിൻ്റെ കാര്യം ഓൾറെഡി തീരുമാനാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല, ഇനി പോലീസ് സ്റ്റേഷൻ കൂടിയുണ്ട്. അങ്ങനെ 2 പേരും കൂടെ മാസ്കും ധരിച്ച് ഗണ്ണും കാണിച്ച് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും അങ്ങ് ലോക്കപ്പിലടക്കുന്നു.
ആ സ്റ്റേഷനിലാകെ കൂടെ കുറച്ച് പോലീസുകാരേ ഉള്ളൂ. ഇനിയാണ് പ്രധാന ലക്ഷ്യം, ഡ്രസ് ക്രൂസസ്. അകത്ത് കടക്കുന്നു, മുഴുവൻ ജനങ്ങളെയും സെക്യൂരിറ്റീനെയും പേടിപ്പിക്കുന്നു. പക്ഷെ സെക്യൂരിറ്റിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയമുണ്ട്. ഒരു ടിപ്പിക്കൽ റോബറി പോലെയല്ല ഇതിനകത്ത് നടക്കുന്നത്. രണ്ടുപേരും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സോ അവിടെയുള്ള മുഴുവൻ ആൾക്കാരോടും വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. എന്തിന്? കരയുന്ന കുട്ടീനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നേവിയിൽ നിന്ന് കിട്ടിയ എക്സ്പ്ലോസീവ്സ് വെച്ച് സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് അങ്ങ് തകർക്കുന്നു. എന്നാൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കുറച്ച് ബോക്സ് മാത്രമാണ് പാപ്പിയുടേത് എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ പാപ്പി ഗ്രക്കോയുടെ പേരിൽ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതിനകത്ത് മൂന്നൊന്നുമില്ല, ഏകദേശം 43 മില്യൺ ഉണ്ട്. ഇതൊക്കെ കണ്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ മോഷണം കഴിഞ്ഞു. പോലീസുകാരെ പൂട്ടിയിട്ട ലോക്കപ്പിൻ്റെ കീ ബാങ്കിൻ്റെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പുറത്ത് ചിലപ്പോൾ ഗൺഷോട്ടിൻ്റെ സൗണ്ട് കേട്ടേക്കാം. എന്നാൽ ഇവിടെയുള്ള ഒരാൾ പോലും പുറത്തേക്ക് വരാൻ പാടില്ല. അത് നിങ്ങൾക്കൊട്ടും സേഫല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന റോബർട്ട്. കൃത്യം 3:05 ആവുമ്പോൾ ഡെബി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങേര് സെക്യൂരിറ്റിയോട് ഇത്രയും വലിയ നീണ്ട ഡയലോഗ് അടിച്ച്. എന്നാൽ റോട്ടിലൊരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല. ഇതൊക്കെ കണ്ടിട്ടാകെ അന്തം വിട്ടിരിക്കുകയാണ് റോബർട്ട്. അങ്ങനെ പൈസയും കൊണ്ട് യാത്ര തിരിച്ചു. കുറേ ദൂരം പോയതിന് ശേഷം ഒരു മരുഭൂമിയിൽ വണ്ടി നിർത്തുന്നു. ഇവർ രണ്ടുപേരും കിളി പോയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാവുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും സ്റ്റിഗിനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല. സോ ഗണ്ണെടുക്കാൻ ഒരുങ്ങുകയാണ് റോബർട്ട്. എന്നാൽ സ്റ്റിഗിനും ഉണ്ട് ഓർഡർ. ആ ഓർഡർ പക്ഷേ അറസ്റ്റ് ചെയ്ത് ജയിലിടാനൊന്നുമില്ല, റോബർട്ടിനെ കൊല്ലാനായിരുന്നു. അങ്ങനെ റോബർട്ട് ഗണ്ണെടുക്കുന്നതിന് മുമ്പ് സ്റ്റിഗ് അങ്ങ് ഗണ്ണെടുക്കുന്നു. കൊല്ലാനാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇത്രയും കാലം തൻ്റെ വിശ്വസ്തനായിട്ട് റോബർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലുന്നില്ല, പകരം ഷോൾഡറിന് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ റോബർട്ട് തീർന്നിരുന്നു. പക്ഷെ അറിയാലോ, സ്റ്റിഗ് ഒരിക്കലും മിസ്സാക്കത്തില്ല. നീ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ നോക്ക്, അത്ര സീരിയസ് ഒന്നുമില്ല, നീ തട്ടിപ്പോകത്തൊന്നുമില്ല, നിന്നെ ചതിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് റോബർട്ടിൻ്റെ കയ്യിലെ ബാഡ്ജ് അങ്ങ് കാണുന്നത്. സോ അവനൊരു DEA ഏജൻ്റാണ് പുള്ളിക്കാരന് മനസ്സിലായി. പിന്നെ അങ്ങേരെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ പൈസയും കൊണ്ട് പോകുന്നു. ഇതേ സമയം ഒരു പുതിയ കഥാപാത്രം മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കിലെത്തി. അവൻ്റെ പേരാണ് എലൻ. ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഒന്നറിയാം, പാപ്പി ഗ്രേക്കോ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന പണം ഇയാളുടേതായിരുന്നു. അങ്ങനെ എലൻ ഒരു പേപ്പറിന്റെ മുകളിൽ കുറെ സൂചിയും വെച്ച് ബാങ്ക് മാനേജറിനെ അങ്ങ് ടോർച്ചർ ചെയ്യുന്നു. അങ്ങേർക്ക് ആരും വിശ്വാസമില്ല. ബാങ്ക് മാനേജർ തന്റെ ജോലി മര്യാദക്ക് ചെയ്യാത്തോണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ കൊടുത്തത്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. സാക്ഷാൽ FBI അടക്കം ഇവനെ ഭയന്നോണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എലൻ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് അവൻ കാണുന്നത് കത്തി നശിച്ചില്ലാണ്ടായ ഡൈനറാണ്. അത് കണ്ടേക്ക് പുള്ളിക്കാരൻ എന്തൊക്കെയോ സംശയം. ഇത് കത്തുന്ന സമയത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സ്, നാട്ടുകാർ, ജോലിക്കാർ എന്ന് വേണ്ട സകലമാന ആൾക്കാരും ചോദ്യം ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടുന്നു. ഇതേസമയം മോഷ്ടിച്ച പണവും കൊണ്ട് കേണലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സ്റ്റിഗ്. 8 കണക്കിനാണ് ക്യാഷ്. ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചാണ് കേണൽ നിൽക്കുന്നത്. അങ്ങനെ സ്റ്റിഗ് റോബർട്ട് DEA ഏജന്റാണ് കേണലിനോട് പറയുന്നു. എന്നാൽ അവർക്കൊന്നും അതൊരു സർപ്രൈസ് അല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം മറിഞ്ഞിട്ട് തന്നെയാണ് ഇതിലേക്ക് സ്റ്റിഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കേണൽ, ഇത്രയും ക്യാഷ് എന്തായാലും പാപ്പി ഗ്രക്കോന്റെ അല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറ, ഇതാരുടെ ക്യാഷാ? ലോകത്തുള്ള ഏറ്റവും വലിയ വൃത്തിയിട്ടവൻ്റെ ക്യാഷാണത്. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് പണം മൊത്തം ഇവരുടെ ബേസിലോട്ട് മാറ്റുന്നു. അപ്പോഴാണ് താൻ റോബർട്ടിനെ കൊന്നിട്ടില്ല എന്ന് കേണൽ അങ്ങ് അറിയുന്നത്. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കങ്ങ് ഭ്രാന്ത് കയറുന്നു. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല. സ്റ്റിഗിനെയും ബാക്കിയുള്ള ഓഫീസർമാരെയും കൊണ്ട് റോബർട്ടിനെ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോകുന്നു. ഇയാളുടെ ഈ ഒരു ധൃതിയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയം വരികയാണ് സ്റ്റിഗിന്. ഇതേസമയം റോബർട്ട് ആണെങ്കിൽ ഷോൾഡറിലുള്ള ബുള്ളറ്റും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും മരുഭൂമിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ തീരെ വയ്യ. ആ സമയത്താണ് തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറയുന്നത് പോലെ 2 പേര് ബഗ്ഗിയിൽ വരുന്നത്. വരുന്നവന്മാരാണേലോ പക്ക ഗാങ്സ്റ്റേഴ്സ്. പിന്നിങ്ങേര് വെറുതെ ഇരിക്കോ, ഗൺ പോയിന്റിൽ നിർത്തുന്നു, പേടിപ്പിക്കുന്നു, വണ്ടിയും കൊണ്ടങ്ങ് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേണലും സ്റ്റിഗും കൂടെ റോബർട്ടിനെ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടെത്തുന്നത്. അറിയാലോ, അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഇവന്റെ മേളിൽ സംശയമുള്ള കാരണം സ്റ്റിഗ് അവന്റെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മിറർ അങ്ങ് തിരിച്ചു വെക്കുന്നു. ഈ ഒരു സ്പോട്ടിൽ വെച്ച് സ്റ്റിഗിനെ കൊല്ലാൻ തന്നെയാണ് അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് കറക്റ്റായിട്ട് മിററിൽ അങ്ങ് കാണുകയും ചെയ്തു. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ സ്റ്റിഗ് ഓടാൻ ആരംഭിക്കുന്നു. കേണലും പിള്ളേരും ആണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാവരും അടിച്ചിടുന്നു. അവരുടെ വണ്ടിയും കൊണ്ട് അങ്ങ് രക്ഷപ്പെടുന്നു. ഇതൊക്കെ കണ്ട് കേണലിനാണെങ്കിൽ ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇതേസമയം റോബർട്ട് ആണെങ്കിൽ അടിച്ചുകൊണ്ട് വന്ന ബഗ്ഗിയുമായിട്ട് അവൻക്കറിയാവുന്ന ഒരു മൃഗഡോക്ടറെ കാണാൻ പോകുന്നു. പുള്ളിക്കാരൻ്റെ ഷോൾഡറിൽ നിന്ന് ആ ഒരു ബുള്ളറ്റ് എങ്ങനെയും എടുത്തു മാറ്റണം. പക്ഷെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക എന്ന് പറയുന്നത് തൽക്കാലത്തിന് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല.
മിക്കവാറും പാപ്പി ഇവരെക്കുറിച്ച് അറിയാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ പോരാത്തിന് കൊള്ളയടിക്കുന്ന സമയത്ത് പോലീസുകാർ എത്തിയിട്ടുമില്ല. സോ മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ഡോക്ടറെ കാണുന്നു. പക്ഷെ ഡോക്ടറാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. കാരണം കയ്യിന്റെ മേളിൽ ബുള്ളറ്റാണ്. സോ എടുത്തു മാറ്റാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഈ മൃഗ ഡോക്ടർ ആളത്ര വെടിപ്പൊന്നുമില്ല. പുള്ളിക്കാരൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന റോബർട്ട് ഒരു പക്ക ഗാങ്സ്റ്ററാണ്. അതുകൊണ്ട് മുമ്പ് എപ്പോഴോ ഇങ്ങേരെ ഡ്രഗ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ഗാങ്സ്റ്റർ അല്ല, പോലീസാണ്. ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് ഞെട്ടിയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ മുറിവ് പാച്ചപ്പ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മയക്കമരുന്ന് കേസ് പുറത്തറിയും. അങ്ങനെ ബുള്ളറ്റ് എടുക്കുന്നു, സേഫ് ആവുന്നു. അങ്ങനെ അന്ന് രാത്രി ഡോക്ടറെ കാറും കൊണ്ട് ഡെബിയെ ഫോളോ ചെയ്യുന്നു. അങ്ങേർക്കറിയണം എന്തുകൊണ്ടാണ് പോലീസുകാർ കൃത്യസമയത്ത് എത്താതിരുന്നതെന്ന്. ഇവിടെ ഡെബിയാണെങ്കിൽ ഹോട്ടൽ കമീനോ റിയാൽ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, തൻ്റെ ബോയ് ഫ്രണ്ടായ ഹാർവിയുമായിട്ട് ഒന്ന് ഉല്ലസിക്കാനാണ്. അങ്ങനെ ഡെബിയെ കാണുന്നു, സംസാരിക്കുന്നു. റോബർട്ട്, നീ പറഞ്ഞ പോലെ കൃത്യം 3:05 ഞങ്ങളവിടെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും നീയും സ്റ്റിഗും സ്ഥലം വിട്ടു. 1-2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്റെ കൂടെ വരാം. സ്റ്റിഗിനെ കണ്ടെത്തുകയും ചെയ്യാം. സ്റ്റിഗിനെ കണ്ടെത്തിയ ക്യാഷ് എവിടെയെന്ന് കണ്ടുപിടിക്കാലോ. തൽക്കാലം ഞാനൊന്ന് മേളിൽ പോയിട്ട് ഹാർവിയോട് കാര്യം പറയട്ടെ. പുള്ളിക്കാരത്തിക്ക് നല്ല പേടിയുണ്ട് ഇവരുടെ അഫെയറിനെ കുറിച്ച് ഹാർവി അറിയുമെന്ന്. അങ്ങനെ റോബർട്ട് പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ തൽക്കാലം സ്റ്റിഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യ്, ബാക്കി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. ഇതേ സമയം മെലനാണേലോ മരുഭൂമിയിൽ നിന്ന് കാണാണ്ടായ ബഗ്ഗിയും ട്രേസ് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങേരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ കണ്ട എലൻ പിന്നെ വെറുതെ ഇരിക്കോ. റിവോൾവർ എടുക്കുന്നു, 5 ബുള്ളറ്റ് പുറത്തേക്ക് വെക്കുന്നു. എന്നിട്ട് ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് പേടിപ്പിക്കാൻ നോക്കുന്നു. എപ്പോഴാണ് ആ ഗണ്ണ് പൊട്ടുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. അങ്ങനെ പൊട്ടിച്ചു ഡോക്ടറിൻ്റെ കാലിനിട്ട്. വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങേര്. സോ നടന്ന കാര്യങ്ങളെല്ലാം മണി പോലെ പറയുന്നു. ഇതേസമയം സ്റ്റിഗിനെയും തിരഞ്ഞ് റോബർട്ട് ആണെങ്കിൽ സ്റ്റിഗിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. എന്നാൽ അവിടെ സ്റ്റിഗിൻ്റെ പൊടി പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു ഫോൺ കോൾ വരുന്നത്. നോക്കുമ്പോൾ സാക്ഷാൽ സ്റ്റിഗാണ്. പുള്ളിക്കാരൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് വലിയൊരു റൈഫിൽ കൊണ്ട് റോബർട്ടിനെ വാച്ച് ചെയ്യുന്നു. റോബർട്ട്, നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുമാത്രമല്ല, നീ ആരാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, നീ എന്തൊറ്റയ്ക്ക് വന്ന്? നിന്റെ ബാക്കപ്പ് ടീം എവിടെ? സ്റ്റിഗെ, ആ ക്യാഷ് എവിടെ? അതൊക്കെ എത്തേണ്ട സ്ഥലത്തെത്തി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സ്റ്റിഗിനെ അങ്ങ് സ്പോട്ട് ചെയ്യുന്നത്. അല്ല സ്റ്റിഗെ, റൈഫിൽ കൊള്ളാലോ. മിലിറ്ററി ആണോ അതോ നേവി ആണോ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേണലിൻ്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. റോബർട്ട്, നീ എത്രയും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് വിളിക്കാൻ നോക്ക്. നിന്റെ സെൽഫോണിലോട്ട് ഞാൻ വിളിച്ചോളാം. അവന്മാർ എന്നെയും തേടിയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്നെ എങ്ങാനോ ബിൽഡിങ്ങിൽ കണ്ട തീർന്ന്. സോ നിന്നെ ഗൈഡ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്ന കാര്യം ഞാനേറ്റു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേണലിലെ ആൾക്കാർ ഗണ്ണും കൊണ്ട് അകത്ത് കിടക്കുന്നത്. സ്റ്റിഗ് ആണെങ്കിൽ റോബർട്ടിനെ അവന്മാരുടെ കയ്യിൽ പെടാണ്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഷ്ടകാലത്തിന് റോബർട്ട് നീങ്ങുന്ന സമയത്ത് ശബ്ദം വരുന്നു. പിന്നെ പറയണ്ടല്ലോ, പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടേക്ക് സ്റ്റിഗ് റൈഫിൽ കൊണ്ട് ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നു, കൂടെ റോബർട്ടും. അങ്ങനെ ഒരു വിധത്തിൽ റോബർട്ട് പുറത്തു കടന്നു. സ്റ്റിഗ് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലൻ ജെസപ്പിൻ്റെ വീട്ടിലോട്ടെത്തുന്നത്. മൃഗഡോക്ടർ വഴി റോബർട്ട് ഒരു DEA ഏജൻ്റാണ് അവൻ മനസ്സിലാക്കി. അവരുടെ ബോസ് ആണല്ലോ ജെസപ്പ്. സോ അങ്ങോട്ട് പോകുന്നു, അവനെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ അങ്ങേർക്കാണെങ്കിൽ മോഷണത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അയാളോട് പറയാണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കറക്റ്റ് സമയത്താണ് റോബർട്ട് എല്ലാ കാര്യങ്ങളും ജെസപ്പിനോട് തുറന്നു പറയാൻ പോകുന്നത്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഡെബിയെ വിളിക്കുന്നു. ഡെബി, എന്തായി? സ്റ്റിഗിനെ കുറിച്ച് എന്തേലും? എടാ, അവൻ്റെ റെക്കോർഡ്സൊക്കെ പക്ക ക്ലീനാണ്. നീ പറയുന്നത് പോലെ മിലിറ്ററി കണക്ഷൻസോ അല്ലെങ്കിൽ നേവി കണക്ഷൻസോ ഒന്നുമില്ല. ശരി, ഓക്കെ. ഞാനെന്തായാലും എല്ലാ കാര്യങ്ങളും ജെസപ്പിനോട് തുറന്നു പറയാൻ പോവുക. അത്രയും വലിയ തുക ആരതാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിന് ജെസപ്പിൻ്റെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? പണം കട്ടുകൊണ്ടുപോയ സ്റ്റിഗിനെ പിടിച്ചാൽ പോരെ? അവൻക്കൊരു തേങ്ങ അറിയില്ല. ഞാനൊരു DEA ഏജൻ്റാന്ന് മനസ്സിലാക്കുന്നത് തന്നെ മോഷണം കഴിഞ്ഞതിന് ശേഷമാണ്. സോ അവനും എന്നെ പോലെ കുടുങ്ങിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ജെസപ്പിന്റെ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോഴാണ് എലൻ്റെ ആൾക്കാർ ഗണ്ണും കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. അതിൻ്റെ ഇടയിൽ ജെസപ്പാണെങ്കിൽ നൈസായിട്ട് ഗണ്ണെടുക്കാൻ നോക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എലൻ അവനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ടേക്കാകെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് റോബർട്ട്. റോബർട്ട്, ഞാൻ അണ്ടർ കവർ DEA ഏജൻറ്റ്. നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടു. അപ്പം എങ്ങനെയാ, സത്യം പറയല്ലേ? എവിടെയുണ്ട് എൻ്റെ പണം? പണോ? ഏത് പണം? എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ട്. എലനാണേലോ ഡോക്ടറിനിട്ട് പണി കൊടുത്ത പോലെ റിവോൾവർ അങ്ങ് എടുക്കുന്നു. എന്നിട്ട് ആദ്യം കാലിൻ്റെ മേളിൽ വെച്ച് പൊട്ടിക്കുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ബുള്ളറ്റ് വേറെ സൈഡിലായി പോയി. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഡേയ്, നിനക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോ. അപ്പോൾ പറ, എവിടെയാണ് എൻ്റെ ക്യാഷ് ഇരിക്കുന്നത്? ഇത് കേട്ടേക്ക് റോബർട്ട് പിന്നെയും ഏത് ക്യാഷ്, എന്ത് ക്യാഷ് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നിങ്ങേരൊന്നും നോക്കിയില്ല. റിവോൾവർ അവൻ്റെ സാമാനത്തിൽ വെക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ പൊട്ടത്തില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ തീർന്ന്. എന്നാൽ ഭാഗ്യമുണ്ട്, പൊട്ടിയില്ല എന്ന് മാത്രമല്ല, ഭയങ്കര കോൺഫിഡൻസിലാണ് റോബർട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലൻ ഒരു മുട്ടൻ പണിയങ്ങ് കൊടുക്കുന്നത്.
റോബർട്ടിൻ്റെ സർവീസ് പിസ്റ്റൽ കൊണ്ട് ജെസപ്പിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇനിയിപ്പോൾ ആര് വന്ന് ഈ ഡെഡ് ബോഡി കണ്ടാലും പ്രതി റോബർട്ടായിരിക്കും. മോനെ റോബർട്ടെ, നീ ഏട്ടൻ്റെ 43 മില്യൺ തിരിച്ചു കൊണ്ടുവന്ന ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ചെല്ല്, എൻ്റെ പണം തിരിച്ചു കൊണ്ടുപോവാ. ഇതൊക്കെ കണ്ടിട്ടാകെ ഷോക്കായിട്ടാണ് റോബർട്ട് നിൽക്കുന്നത്. അങ്ങനെ അവൻ തിരിച്ചു പോകുന്നു. ഈ പൈസ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആരുടെയാണ് ഈ പൈസ എന്നുള്ളത് കണ്ടെത്തണം. ചുരുക്കി പറഞ്ഞാൽ ആരാണ് എലൻ എന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം പാപ്പിയെ പിടിക്കണം. പാപ്പിയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലുണ്ട്, തൻ്റെ വൈഫിൻ്റെയും മകൻ്റെയും കൂടെ. അങ്ങനെ അങ്ങോട്ട് പോകുന്നു, ഗൺ പോയിന്റിൽ നിർത്തുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ അങ്ങേരുടെ സെക്യൂരിറ്റി ഉണ്ട്. അയാളാണെങ്കിൽ ഗണ്ണെടുക്കാൻ നിൽക്കുകയാണ്. ആ ഒരു കറക്റ്റ് സമയത്താണ് കാറും കൊണ്ട് അവൻ്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമാക്കുന്നത് നമ്മുടെ സ്റ്റിഗ്. അങ്ങനെ സ്റ്റിഗ് പാപ്പി ഗ്രേക്കോനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യുന്നു. അവനെങ്ങാനും കയ്യിൽ നിന്ന് പോയാൽ റോബർട്ടിൻ്റെ കാര്യം പോക്കാണ്. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ ഗംഭീര ചെയ്സാണ്. ഇവർക്ക് രണ്ടുപേർക്കും നല്ലവണ്ണം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ചെയ്സിൻ്റെ അവസാനം രണ്ട് വണ്ടിയും കൂടെ കൂട്ടിയിടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ പൊരിഞ്ഞടി. സ്റ്റിഗ് റോബർട്ടിൻ്റെയും റോബർട്ട് സ്റ്റിഗിൻ്റെയും കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. പരസ്പരം വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സുല്ലും പറഞ്ഞ് കഴുത്തിന്ന് വിടണം. അങ്ങനെ ഈ സമയത്ത് റോബർട്ട് പറയാണ്, ഡേയ് മതിയാക്കടേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാൻ പറ്റൂ. ഞാൻ 1 2 3 എന്ന് പറയും, അപ്പോൾ വിട്ടേക്കണം, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് എണ്ണുന്നുണ്ട്. പക്ഷെ രണ്ടെണ്ണം വിടുന്നില്ല. അങ്ങനെ സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നു. അവരങ്ങ് ഒന്നാവുന്നു. ഇനി അങ്ങോട്ട് ഒരുമിച്ചാന്ന് കേട്ടപ്പോൾ സ്റ്റിഗിനൊടുക്കത്ത സന്തോഷം. അയാളുടെ വൈവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ. റോബർട്ട്, ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ കേണൽ എന്നെ പുറത്താക്കി. നിന്നെ കൊല്ലാനാ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? നീ എൻ്റെ പാർട്ട്ണറായി പോയില്ലേ. എന്തായാലും എൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്. സോ എനിക്കറിയണം ആരതാണ് ആ 43 മില്യൺ എന്നുള്ളത്. ഇത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. ഏതോ ഒരു എലൻ എന്നെ കൊല്ലാൻ നോക്കുന്നു. എൻ്റെ ബോസിൻ്റെ മരണം എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു. അയാൾ ആരാ എന്താ എന്നുള്ളതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ. ബൈ ദ വേ, നമ്മൾ ഒരിക്കലും പാർട്ട്നേഴ്സ് ആവില്ല. എൻ്റെ ഷോൾഡറിനിട്ടാ നീ താങ്ങിയത്, അത് ഞാൻ തിരിച്ച് തരും മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാപ്പിയുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്നാൽ അയാളാണെങ്കിൽ ഡിക്കി കിടന്ന് ഛർദ്ദിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ചേസ് ആയിരുന്നല്ലോ. അങ്ങനെ പാപ്പീനെയും കൊണ്ട് ഒരു ഗ്യാരേജിലോട്ട് പോകുന്നു. കെട്ടിയിടുന്നു, ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. ഇയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ട്രസ് ക്രൂസസ് കൊള്ളയടിച്ച് ഇവന്മാരാണ്. എടാ നീയൊക്കെ തീർന്നു. നീയൊക്കെ കൂടെ അടിച്ചു മാറ്റിയത് ആരുടെ പണാന്നറിയോ? CIA. എനിക്ക് ഈ നാട്ടിൽ മര്യാദക്ക് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാനും എൻ്റെ സാധനം ബോർഡർ കടത്താനും CIA സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. സോ എൻ്റെ ലാഭത്തിൽ നിന്ന് 7% അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കണം. അവരുടെ പണമാണ് ആ 43 മില്യൺ. അതുകൊണ്ട് നീയൊക്കെ തീരാൻ പോവാ. ഇത് മൊത്തം പാപ്പി കൊടുത്ത പൈസയൊന്നുമില്ല. ലോകത്തെമ്പാടുള്ള ക്രിമിനൽസ് അവരുടെ സാധനങ്ങൾ ബോർഡർ കടത്താനായി ഇതേ കണക്കിനാണ് CIA ഡീൽ വെച്ചിരിക്കുന്നത്. ഇത് കേട്ടേക്ക് ഇവരങ്ങ് ഞെട്ടിയിരിക്കുകയാണ്. സാക്ഷാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള CIA ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും വലിയ ക്രിമിനലുമായിട്ട് കൊളാബറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞെട്ടാണ്ടിരിക്കുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗ്യാരേജിലോട്ട് ഒരു കാറ് വരുന്നത്. ഇവരപ്പം തന്നെ ഗണ്ണ് കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അത് ഡെബി ആയിരുന്നു. ഡെബി ആണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അവളുടെ വീടിൻ്റെ ഗ്യാരേജ് ആണിത്. എന്തൊക്കെയാടാ നീയൊക്കെ കൂടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത്. ഒരു മെക്സിക്കൻ ഗാങ്സ്റ്ററാണ് അവളുടെ വീട്ടിലിരിക്കുന്നത്. ഇതേ സമയം സ്റ്റിഗ് ആണെങ്കിൽ പാപ്പിയെ ചെക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുകൊണ്ട് ഒരുത്തനങ്ങ് അകത്തോട്ട് കയറുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ മാരക ഫൈറ്റാണ്. ഫൈറ്റിൻ്റെ ഇടയിൽ പാപ്പിയുടെ കസാര പോകുന്നു, കെട്ടഴിയുന്നു, രക്ഷപ്പെടുന്നു. ഇതേ സമയം വന്നവന്മാരാണെങ്കിൽ വീടിന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേറെ ആരുമില്ല, കേണലിൻ്റെ ആൾക്കാരാ. അങ്ങനെ ഡെബിയും റോബർട്ടും സ്റ്റിഗും കൂടെ ഒരു വിധത്തിൽ പുറത്തു കിടക്കുന്നു. ഡെബിയുടെ കാറും കൊണ്ട് രക്ഷപ്പെടുന്നു. ഈ ബഹളത്തിൻ്റെ ഇടയിൽ അവർ വിട്ടുപോയൊരു കാര്യമുണ്ട്. പാപ്പി ഗ്രേക്കോ പുള്ളിക്കാരനൊരു കാറും ഹൈജാക്ക് ചെയ്ത് ഇവരുടെ പിന്നാലെ പോകുന്നു. പോവാന്ന് മാത്രമല്ല, അവൻ്റെ ആൾക്കാരെ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ ഈ സമയത്താണ് റോബർട്ട് ഒരു കാര്യം പറയുന്നത്. സംഭവം വേറൊന്നുമില്ല, കേണലിൻ്റെ ആൾക്കാർ എങ്ങനെയാണ് ഡെബിയുടെ വീട് കണ്ടുപിടിച്ച് ഇവരെ ഫോളോ ചെയ്തു വന്നതല്ലാന്ന് ഇവർക്ക് 100% ഉറപ്പുണ്ട്. സോ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഡെബി. അവളൊരു ഒറ്റുകാരിയാണോന്ന് നല്ല സംശയമുണ്ട്. എൻ്റെ പൊന്നു റോബർട്ടെ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് പാപ്പിയുടെ ആൾക്കാർ വന്ന് കാറിൻ്റെ മുകളിലങ്ങ് ഇടിക്കുന്നത്. അതും രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് അങ്ങ് ലോക്ക് ചെയ്യുന്നു. ചുറ്റും അങ്ങേരുടെ ആളുകളാണ് വിത്ത് ഗണ്ണ്. ഇവർക്കാണെങ്കിൽ ഒട്ടും വയ്യ, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്തിന്? റോബർട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാറിനകത്ത് ഡെബിയില്ല. അതും കൂടെ കണ്ടേക്ക് പുള്ളിക്കാരനാകെ കയ്യിന്ന് പോകുന്നു. അങ്ങനെ പാപ്പി അവരെ കൊണ്ടുപോകുന്നത് മെക്സിക്കോയിലേക്കാണ്. എന്നിട്ട് തല കീഴാക്കി കെട്ടിത്തൂക്കുന്നു. ഗ്രിപ്പിന് വേണ്ടി സ്വന്തം മൂത്രം കൊണ്ട് കയ്യും നനച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗിനെയും റോബർട്ടിനെയും. പക്ഷെ അവരുടെ വായിൽ നിന്നൊന്നും വരുന്നില്ല. പക്ഷെ വരുത്താൻ അങ്ങേർക്ക് നന്നായിട്ടറിയാം.
പാപ്പി അവൻ്റെ മറ്റേ അഗ്രസീവായിട്ടുള്ള കാളിയുണ്ടല്ലോ അതിനെ അങ്ങ് തുറന്നു വിടുന്നു. അതാണെങ്കിൽ ഇവരെ കുത്താൻ വരികയാണ്. ഒരു വിധത്തിലാണ് തലയും പൊക്കി പിടിച്ച് രക്ഷപ്പെടുന്നത്. അങ്ങനെ അവർ പറയാണ് 43 മില്യൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നീ ഞങ്ങളെ വെറുതെ വിട്ടാ ആ ക്യാഷും കൊണ്ട് ഞങ്ങൾ വരും. ആ ക്യാഷ് എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ കേണൽ ഞങ്ങളുടെ ബേസിലായിട്ട് പുഴുത്തി വെച്ചിരിക്കുകയാണ്. സോ പാപ്പിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടി. ഇനിയിപ്പോൾ ഈ പിള്ളേരുടെ ആവശ്യമൊന്നുമില്ല. സോ അവരെ കൊല്ലാൻ നിൽക്കുകയാണ് പാപ്പി. ആ ഒരു കറക്റ്റ് സമയത്താണ് എലൻ പാപ്പീനെ അങ്ങ് കാണാൻ വരുന്നത്. അങ്ങേരുടെ വിചാരം പൈസ മോഷണം പോയ കാര്യം പാപ്പി ഗ്രേക്കോ അറിഞ്ഞിട്ടില്ല എന്നാ. അയാൾക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പോയിരിക്കുന്നത് CIA പൈസയല്ലേ. പൈസ കൊടുക്കുന്നത് മാത്രമാണ് പാപ്പി ഗ്രേക്കോയുടെ ഉത്തരവാദിത്വം. അങ്ങനെ എലൻ പറയാണ്, ആ 43 മില്യൺ അടിച്ചുകൊണ്ട് പോയവരെ നീ എനിക്ക് കണ്ടുപിടിച്ച് തരണം. സ്റ്റിഗ് ആൻഡ് റോബർട്ട് ഇവർ രണ്ടുപേരും നിനക്ക് വേണ്ടിയാണ് പണിയെടുത്തിരുന്നത്. അതെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഞാൻ അവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ എനിക്കെന്തേലും ഗുണമുണ്ടോ? ഗുണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ നിന്നെ കൊല്ലാണ്ട് സംസാരിക്കുന്നില്ലേ, നിന്റെ ബിസിനസ് നടത്താൻ സമ്മതിക്കുന്നില്ലേ, ഞങ്ങളുടെ കീഴിലുള്ള അപ്പാച്ചി A6 ഹെലികോപ്റ്റർ കൊണ്ട് നിന്റെ സാമ്രാജ്യം നശിപ്പിക്കാണ്ടിരിക്കുന്നില്ലേ? അത് തന്നെയാണ് നിനക്കുള്ള ഗുണം, മനസ്സിലായല്ലോ? സോ അവരെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് എലം പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അത്രയും പണം കമ്മീഷനായിട്ട് കൊടുത്തിട്ട് പോലും അവന്മാർക്ക് ഒരു വിലയില്ല. കാരണം അവർ ഗവൺമെൻറ്റാണ്, ഇവരെ പോലെ ഗാങ്സ്റ്റേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ പാപ്പിക്ക് നല്ല ദേഷ്യം വരുന്നു. അതോടുകൂടെ പാപ്പി ഗ്രേക്കോ ഒരു തീരുമാനമെടുത്തു. എന്ത് കാണിച്ചിട്ടാണേലും വേണ്ടില്ല, ആ 43 മില്യൺ സ്വന്താക്കണം. പിന്നെ അവനൊന്നും നോക്കിയില്ല. സ്റ്റിഗിനും റോബർട്ടിനും നേവി ബേസിൽ പോയിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് വരാൻ നിയമിക്കുന്നു. നേവി ബേസിൽ പോയിട്ട് മോഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. സോ ഇവന്മാർ രക്ഷപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പോഴാണ് പാപ്പി ഡെബീനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. സോ ഡെബി രക്ഷപ്പെട്ടല്ല, അവളെ പിടിച്ചോണ്ട് വന്നതാ. ഇതൊക്കെ കണ്ടേക്ക് റോബർട്ടിനാണെങ്കിൽ ആകെ കയ്യിന്ന് പോകുന്നു. തൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടൊന്നുമില്ല, പക്ഷെ എവിടെയോ അവളോടൊരു ഇഷ്ടമുണ്ട് പുള്ളിക്കാരന്. നിനക്കൊക്കെ 24 മണിക്കൂർ സമയമുണ്ട്. അതിനകം പൈസ കൊണ്ട് നീയൊന്നും വന്നില്ലെങ്കിൽ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും, അതിനുശേഷം നിങ്ങളുടെ എന്നും പറഞ്ഞ് ക്യാഷ് അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേക്കുന്നു. ഇവർക്കാണെങ്കിൽ ഡയറക്റ്റ് ബോർഡർ അടക്കാൻ പറ്റില്ല. CIA, പോലീസുകാർ, DEA എന്ന് വേണ്ട സകലമാന ആൾക്കാരും റോബർട്ടിനും സ്റ്റിഗിനും തപ്പി നടക്കുകയാണ്. അതുകൊണ്ട് പാപ്പിയുടെ ആൾക്കാരുടെ കൂടെ മെക്സിക്കൻ ബോർഡർ നടന്നു കടക്കാനാണ് പോകുന്നത്. ഇതാണെങ്കിൽ ഒരു മാരക വഴിയാണ്. ഒരു തടാകടക്കം ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. ഇതിൻ്റെ ഇടയിലാണ് ഒരുത്തൻ അങ്ങ് വെള്ളത്തിൽ പോകുന്നത്. അങ്ങനെ അവനെ രക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിഗിൻ്റെ മുഖത്താണെങ്കിൽ ഒരു ചിരിയാണ്. ചിരിക്കൊന്നും വേണ്ട, നമ്മൾ തമ്മിലൊരു ബുള്ളറ്റിൻ്റെ കടമുണ്ട്, അത് ഞാൻ വീട്ടും മോനെ, നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ബോർഡർ കടന്നു. അല്ല സ്റ്റിഗ്, പൈസ നേവി ബേസിലുണ്ടാവുമെന്ന് ഉറപ്പല്ലേ? പിന്നല്ലാണ്ട്. ക്യാഷ് ഞാൻ അന്ന് തന്നെ കമീനോ റിയാൽ എന്ന ഹോട്ടലിൽ ഡെലിവറി ചെയ്തതാണ്. അവിടെ വെച്ച് കേണൽ പറഞ്ഞ് ക്യാഷ് ബേസിലോട്ട് എത്തിക്കാന്നാ. സോ അതവിടെ തന്നെ കാണും. എന്നാൽ ഇതൊക്കെ കേട്ടേക്ക് റോബർട്ടാണെങ്കിൽ ഞെട്ടിയിരിക്കുന്നു. കാരണം ഇതേ കമീനോ റിയാലിൽ വെച്ചിട്ടാണ് ഡെബിയെ റോബർട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് അവൾ ഹാർവിനെ കാണാനാണ് അവിടെ ചെന്നിട്ടുള്ളത്. സോ ആരാണ് ഹാർവി? ഡെബിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ട്. അങ്ങനെ സ്റ്റിഗും റോബർട്ടും കൂടെ ഒരു വാൻ അങ്ങ് മോഷ്ടിക്കുന്നു. സ്റ്റിഗിൻ്റെ പഴയ സുഹൃത്തിനെ കാണാൻ പോകുന്നു. ഇവർക്ക് ഒരു മിഷന് വേണ്ടി മാരക വെപ്പൺസ് ആവശ്യമുണ്ടാവും. ഇങ്ങരുടെ കയ്യിലാണ് സ്റ്റിഗ് അവൻ്റെ വെപ്പൺസ് എടുത്തു വെക്കാൻ കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചെടുക്കാനാണ് ഈ സുഹൃത്തിനെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ വെപ്പൺസും കൊണ്ട് നേരെ ബേസിലോട്ട് പോകുന്നു. സ്റ്റിഗിനെയാണെങ്കിൽ നേവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടങ്ങനെ ചുമ്മാ കയറി ചെല്ലാനൊന്നും പറ്റില്ല. സോ രണ്ടുപേരും കൂടെ ആ വാനും കൊണ്ട് അതിക്രമിച്ച് കയറുന്നു. നേവിക്കാരാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യാന്ന് മാത്രമല്ല, അവർ പിന്നാലെ തന്നെയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കേണലിൻ്റെ ഓഫീസ് എവിടെയാന്ന് സ്റ്റിഗ് റോബർട്ടിനെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള നേവിക്കാരെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗ്. അങ്ങനെ സ്റ്റിഗ് ഇവരുടെ മെയിൻ ചീഫിനെ കാണാൻ പോകുന്നു. അങ്ങേരോട് സത്യം പറഞ്ഞാൽ എന്തേലൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പോഴാണ് എല്ലാവരും കൂടെ അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നത്. സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗ്. അങ്ങനെ ചീഫ് കേൾക്കാൻ തയ്യാറാവുന്നു. എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സത്യങ്ങളൊക്കെ കേട്ടേക്ക് അങ്ങേര് പറയാണ്, സ്റ്റിഗ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേവിക്കാരൊരു ബാങ്ക് റോബറിയിൽ ഇൻവോൾവ് ആയിന്നെങ്ങാനും പുറത്തറിഞ്ഞാൽ അത് നേവിക്കാർക്ക് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. നീ തിരിച്ചു പോകാൻ നോക്ക്. പിന്നെ മറ്റൊരു കാര്യം, ഇനി നീയെങ്ങാനും ഇങ്ങോട്ട് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 6 മാസത്തെ സസ്പെൻഷൻ മാറ്റി നിന്നെ അങ്ങ് വെടിവെച്ച് കൊല്ലും, മനസ്സിലായല്ലോ? ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാകെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റിഗിനെ പോലെയുള്ള നേവിക്കാരും ആർമിക്കാരും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് കേണലിനും ചീഫിനും തോളത്തുള്ള നക്ഷത്രത്തിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കുന്നത്. രാജ്യം സംരക്ഷിക്കുന്നവർക്ക് ഒരു വിലയില്ലാന്നർത്ഥം. ഇതേസമയം റോബർട്ട് ആണെങ്കിൽ കേണലിൻ്റെ ഓഫീസ് അടിച്ച് പിറക്കുകയാണ്. അടിച്ചുകൊണ്ട് വന്ന 43 മില്യൺ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് കേണൽ വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, കേണലിനെ അങ്ങ് ഗൺ പോയിന്റിൽ നിർത്തുന്നു. അവിടെയാണെങ്കിൽ ഒരു സേഫും ഉണ്ട്. സോ അതങ്ങ് തുറക്കാൻ പറയാണ് റോബർട്ട്. ഇത് കേട്ടേക്ക് കേണൽ പറയാണ്,
അല്ല, നിന്റെ ബോസിനെ അവന്മാർ കൊന്നുവല്ലേ, ഇനിയിപ്പോൾ അവളെയും കൊല്ലും നിന്റെ ഡെബീനെ. ഇങ്ങേരിത് പറയുന്ന റോബേർട്ടിനെ പ്രവോക്ക് ചെയ്യാനാ. പക്ഷേ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് അങ്ങേർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഹോട്ടൽ കമീനോ റിയാലിലാണ് സ്റ്റിഗ് പൈസ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതേ ഹോട്ടലിൽ വെച്ചാണ് ഡെബിയെ കണ്ടതും. വിച്ച് മീൻസ് ഹാർവി എന്ന പേരിൽ അവൾ കാണാൻ പോയിരുന്നത് സാക്ഷാൽ കേണലിനെ ആയിരുന്നു. കേണൽ CIA പൈസയെക്കുറിച്ച് അറിയുന്ന ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് ഡെബിയും അത് മനസ്സിലാക്കുന്നത്. സോ രണ്ട് പേരും ചേർന്ന് ഒരു പ്ലാന് തയ്യാറാക്കുന്നു. ആ പ്ലാൻ അനുസരിച്ച് തുള്ളുന്ന രണ്ട് കളിപ്പാവകളായിരുന്നു സ്റ്റിഗ് ആൻഡ് റോബർട്ട്. സത്യം പറഞ്ഞാൽ കേണലും ഡെബിയും തമ്മിൽ റിലേഷനൊന്നുമില്ല. പൈസ സ്വന്താക്കാൻ വേണ്ടി കളിച്ചൊരു കളി, അത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഡെബിയുടെ ഗ്യാരേജിലോട്ട് നേവിക്കാർ വന്നതെന്നുള്ളത്, അതേപോലെ മോഷണ സമയത്ത് എന്തുകൊണ്ട് പോലീസുകാർ വന്നില്ല എന്നുള്ളത്. അങ്ങനെ സേഫ് ഓപ്പൺ ആക്കുന്നു. എന്നാൽ അതിനകത്തൊരു തേങ്ങയില്ല. ചുരുക്കി പറഞ്ഞ കേണൽ പൈസ മൊത്തം ഡെബീനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് എൻ്റെ നേവിക്കാർ അങ്ങോട്ടെത്തുന്നത്. ഇങ്ങേര് പിന്നെ ഒന്നും നോക്കിയില്ല, ഓടാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഓടി ഓടി എത്തുന്നത് നേവിക്കാരുടെ യൂണിഫോം ഇരിക്കുന്ന സ്ഥലത്താണ്. സോ യൂണിഫോം എടുക്കുന്നു, കിച്ചണിലോട്ട് പോകുന്നു, ഗ്യാസ് ലീക്ക് ചെയ്യുന്നു, ഫ്രീസറിനകത്ത് കയറുന്നു, അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ ഗംഭീര എക്സ്പ്ലോഷനാണ്. അതായത് നൈസായിട്ടൊരു ഡിസ്ട്രാക്ഷൻ. ഇങ്ങേര് ഇതിൻ്റെ മറവിൽ നൈസായിട്ട് യൂണിഫോം ഇട്ട് അങ്ങ് സേഫായി പുറത്ത് കിടക്കുന്നു. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗ്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ പാപ്പിയാണെങ്കിൽ ഡെബീനെ കൊല്ലാൻ നിൽക്കുകയാണ്. പക്ഷെ ഡെബിക്കറിയാം റോബർട്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന്, തന്നെ രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല എന്ന്. കാരണം നേവി ബേസിൽ കയറി കേണലിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങേര് ഒറ്റിക്കൊടുക്കുന്ന അത്രയും ഉറപ്പുണ്ട് ഡെബിക്ക്. അത്രയും വലിയൊരു കൊടും ചതിയാണ് പുള്ളിക്കാരത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കുറ്റബോധമുണ്ട്. സോ സത്യങ്ങളെല്ലാം പാപ്പിയോട് പറയുന്നു. പാപ്പി പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ റോബർട്ടിനെ വിളിക്കുന്നു. ആ ഒരു സമയത്ത് അങ്ങേര് പറയുന്നൊരു കാര്യമുണ്ട്, ഡെബി ഞാൻ വരും, നിന്നെ രക്ഷിക്കുകയും ചെയ്യും. പുള്ളിക്കാരന് അത്രയും ഇഷ്ടമാണ് അവളെ. റോബർട്ട് നീ വരേണ്ട ആവശ്യമില്ല, സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു, ഐ എം സോറി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡെബി. അങ്ങനെ പാപ്പി ഗ്രേക്കോ ഡെബീനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവളുടെ കയ്യിലുള്ള മോതിരം തള്ളവിരലോട്ട് അങ്ങ് മാറ്റിയിടുന്നു. അങ്ങനെ ഡെബി മരിച്ചു. ഗൺഷോട്ടിൻ്റെ സൗണ്ട് കേട്ടേക്കാകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് റോബർട്ട് ഇരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. റോബർട്ട് വാ, ആ എലനെയും പാപ്പീനെയും കേണലിനെയും നമുക്ക് മെക്സിക്കോയിലെത്തിക്കാം, എന്നിട്ട് എല്ലാത്തിനെയും തീർക്കാം. അവന്മാരങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിനക്ക് വല്ല പ്രാന്തണ്ട? മതിയായി പണ്ടാരം. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിന് എന്തർത്ഥമുള്ളത്? CIA, നേവി എല്ലാവരും നമ്മളെ പിന്നീന്ന് ഊത്തിയില്ലേ? മതിയാക്ക്. പ്രാന്ത് എനിക്കല്ല, നിനക്കാ. ഞാൻ വിശ്വസിക്കുന്ന തിയറി എന്താണെന്നറിയോ? അത് നേവിയോ രാജ്യമോ ഒന്നുമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകണം. അതാണ് എൻ്റെ തിയറി. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും മിസ്സാക്കാത്ത ഞാൻ നിന്നെ കൊല്ലാണ്ട് വിട്ട്. ഞാൻ എന്തായാലും എല്ലാത്തിനെയും തീർക്കാൻ പോവുക, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം എന്നും പറഞ്ഞ് സ്റ്റിഗ് പോകുന്നു. റോബർട്ടാണേലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് തിരിച്ച് റൂമിലോട്ടും പോകുന്നു. എന്നാൽ അവിടെയാണ് പാപ്പി ഗ്രേക്കോ ഡെബിയുടെ ശവം വെച്ചിരിക്കുന്നത്. ഇത് കണ്ടേക്കാകെ കയ്യിൽ നിന്ന് പോവുകയാണ് പുള്ളിക്കാരൻ. ആ സമയത്താണ് മാറ്റിയിട്ട മോതിരം അങ്ങ് ശ്രദ്ധിക്കുന്നത്. മോതിരം മാറ്റിയിട്ട അതിനൊരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, ഇവരൊരുമിച്ച് നിൽക്കാറുള്ള ഹോട്ടൽ. അങ്ങനെ റോബർട്ട് അങ്ങോട്ട് പോകുന്നു. നോക്കുമ്പോൾ അവിടെയുണ്ട് കൊള്ളയടിച്ച 43 മില്യൺ. പിന്നെ അങ്ങേര് ഒന്നും നോക്കിയില്ല, എലൻക്ക് വിളിക്കുന്നു, ക്യാഷിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. സ്റ്റിഗ് അവൻ്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പാപ്പീനെയും കേണലിനെയും പാപ്പിയുടെ സ്ഥലത്തോട്ട് എത്തിച്ചതിന് ശേഷം എല്ലാത്തിനെയും ഒരുമിച്ച് തീർക്കുക. അതാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. പാപ്പിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ കേണലിനോട് പറഞ്ഞിട്ടുള്ളത് പാപ്പി ഗ്രേക്കോനെ തീർത്തു കഴിഞ്ഞാൽ 43 മില്യൺ അങ്ങേർക്ക് കൊടുക്കാമെന്നും. പിന്നെ എന്താ നടക്കാമെന്ന് ഞാൻ പറയണ്ടല്ലോ. പാപ്പിയുടെ ആൾക്കാരെ കേണൽ അങ്ങ് തീർക്കുന്നു. പക്ഷെ പാപ്പി ഗ്രേക്കോ എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമാണ്, അവൻ്റെ കൂടെ ഇനിയോ ആൾക്കാരുണ്ട്. സോ കേണൽ അങ്ങേർക്ക് പൈസ ഓഫർ ചെയ്യുന്നു. ഇവിടെ സ്റ്റിഗ് ആണെങ്കിൽ പൈസക്ക് പകരം ഗണ്ണാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കൊണ്ട് തീർക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് എലൻ്റെ ചോപ്പർ വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ മാരക വെപ്പൺസാണ്. ഇങ്ങേരെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അങ്ങോട്ടതാ ഒരു റെഡ് കാറിൽ പാട്ടും വെച്ച് ഉല്ലസിച്ച് റോബർട്ട് വരുന്നു വിത്ത് 43 മില്യൺ. ഈ ക്യാഷ് കൊടുത്ത സ്റ്റിഗിനെയും റോബർട്ടിനെയും വെറുതെ വിടാന്നാണ് എലൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എലൻ വാക്ക് പാലിച്ചു. പക്ഷേ ഈ പൈസ കൊടുത്ത പ്ലാനുമായിട്ട് അങ്ങനെ ഒത്തുപോകാൻ സ്റ്റിഗിനൊട്ടും താല്പര്യമില്ല. ഡേയ് നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇത് കേട്ടേക്ക് റോബർട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. സ്റ്റിഗെ ഇവിടെ ഞാനിപ്പോൾ മഴ പെയ്യിപ്പിച്ചേരട്ടെ എന്നും പറഞ്ഞ് ഒരൊറ്റ ഞെക്ക്. ആ 43 മില്യൺ ബൂം. പിന്നെ അവിടെ രണ്ട് പേരും കൂടെ പിസ്റ്റൽ കൊടുത്ത് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവരെയും കൂടെ ചേർത്ത് 4 ടീമുണ്ട് അവിടെ. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നു. എലൻ്റെ ആൾക്കാരാണെങ്കിൽ ഹെലികോപ്റ്ററും കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു ബുള്ളറ്റ് പോലും വേസ്റ്റ് ആക്കാത്ത, മിസ്സാക്കാത്ത സ്റ്റിഗ് ഒരൊറ്റ വെടിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. അങ്ങനെ വലിയൊരു ഷൂട്ടൗട്ടിന് ശേഷം കേണൽ, എലൻ, പാപ്പി ഗ്രേക്കോ എല്ലാവരും അവസാനിച്ചു. ഇതൊക്കെ കണ്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിഗ്. മോനെ സ്റ്റിഗേ, നമ്മൾ തമ്മിലൊരു കടമില്ലേ, അത് ഞാനങ്ങ് തീർക്കാൻ പോവുക.
രണ്ടുപേരും തുല്യരാവണമല്ലോ എന്നും പറഞ്ഞ് കാലിനിട്ട് അങ്ങ് വെടിവെക്കുന്നു. എടോ കാലമാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റിഗ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ തോളി കൈയിട്ടിട്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നു. പക്ഷെ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ ഒരു 43 മില്യൺ മാത്രമല്ല CIA കയ്യിലാക്കി വെച്ചിരിക്കുന്നത്. പല പല ബാങ്കുകളിലായിട്ട് ഇഷ്ടം പോലെ പൈസയുണ്ട്. അതിനെതിരെ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റേ 43 മില്യൺ ഇല്ലേ, അത് മൊത്തത്തിൽ കത്തിച്ചിട്ടൊന്നുമില്ല. റോബർട്ട് അതിൽ നിന്ന് വലിയൊരു പങ്ക് ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.